മഞ്ഞുമ്മൽ ബോയ് സിനിമാ നിർമ്മാതാക്കൾക്കെതിരെ ഇ.ഡി. അന്വേഷണം. പറവ ഫിലിംസ് കള്ളപ്പണം വെളുപ്പിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. നടൻ സൗബിൻ ഷാഹിർ അടക്കമുള്ളവരെ ചോദ്യം ചെയ്യാനും ഇ.ഡി. നീക്കമുണ്ട്. വിവരങ്ങളുമായി എബി ജോൺ തോമസ് ചേരുന്നു. എബി, ഏത് സാഹചര്യത്തിലാണ് ഇ.ഡി. ഇപ്പോൾ ഈ കേസിൽ തുടർ നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്? ലിബീഷ്, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പരാതി നൽകി അതിനുശേഷം കോടതിയുടെ നിർദ്ദേശത്തുടർന്നാണ് പോലീസ് ഇവർക്കെതിരെ കേസെടുക്കുന്നത്. അതായത് സൗബിൻ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. അതിനെ തുടർന്നാണ് ഇപ്പോൾ ഇവരുടെ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ ഇ.ഡിയുടെ ഒരു അന്വേഷണം കൂടി വന്നിരിക്കുന്നത്. ഇതിന്റെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള അന്വേഷണം നടത്തിയ പോലീസ് ചില നിരവധിയായിട്ടുള്ള കണ്ടെത്തൽ നടത്തിയിരുന്നു. ഈ 7 കോടി രൂപ ഈ നിർമ്മാതാവ് ഇവർക്ക് നൽകിയിരുന്നു എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ 40% വരെ അതിനകത്ത് ലാഭവിഹിതം നൽകുമെന്നുള്ള ഉറപ്പിന്റെ പുറത്താണ് ഇത്തരത്തിലൊരു കരാർ ഒപ്പിടുകയും 7 കോടി രൂപ വാങ്ങുകയും ചെയ്തത്. ഏതാണ്ട് 22 തവണയായിട്ടാണ് 5,99,00,000 രൂപ ഉൾപ്പെടെ 7 കോടി രൂപ ഈ നിർമ്മാതാവായിട്ടുള്ള ഈ പരാതിക്കാരൻ ഇവർക്ക് നൽകിയിരുന്നത്. എന്നാൽ ഈ പടം ഇറങ്ങി അത് സൂപ്പർ ഹിറ്റായി 220 കോടി രൂപയോളം കളക്ഷൻ റെക്കോർഡ് വരെ നേടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇവർ പറഞ്ഞ പൈസ ഇതുവരെയും നൽകിയിട്ടില്ല എന്നുള്ളതായിരുന്നു പ്രധാനമായി ഇവർക്കെതിരെ ചുമത്തിയിരുന്ന ഒരു ആരോപണം, അല്ല ഇവർക്കെതിരെ ഉയർന്നിരുന്ന ആരോപണം. അത് പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത് ചിത്രത്തിന്റെ ആദ്യ ഷെഡ്യൂൾ പൂർത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് അതായത് 2022 നവംബർ 30 കരാർ ഒപ്പിടുന്നു. അന്ന് ആ സമയത്ത് പക്ഷേ ചിത്രത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ ജോലികൾ മാത്രമാണ് കഴിഞ്ഞിരുന്നത്. 26 തവണയായി 5,99,00,000 രൂപ നൽകിയത് ഉൾപ്പെടെ 7 കോടി രൂപ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 7 കോടി രൂപ പരാതിക്കാരൻ നിർമ്മാതാക്കൾക്ക് നൽകിയിരുന്നു. മാർക്കറ്റിംഗിനടക്കം 22 കോടി രൂപ ചെലവായെന്നായിരുന്നു നിർമ്മാതാക്കൾ അന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ GST അടക്കം 18 കോടി രൂപ മാത്രമാണ് അതിൽ ചെലവാക്കിയിരിക്കുന്നത് എന്ന് ഈ പരിശോധനയിൽ തെളിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ഇത്തരത്തിൽ വീണ്ടും ഈ പരാതിക്കാരൻ ഈ പണത്തിനായി ഇവരോട് അഭ്യർത്ഥിച്ചിരുന്നത്. പക്ഷേ ഒരു തരത്തിൽ നടപടിയും ഇവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ഇതിനെ തുടർന്ന് പോലീസിൽ പരാതി നൽകിയായിരുന്നു. പോലീസിൽ പരാതി നൽകിയപ്പോഴും പോലീസ് ഇത് പരാതി സ്വീകരിച്ച് കേസ് രജിസ്റ്റർ ചെയ്ത് തന്നെ ഇത്തരത്തിൽ കോടതിയുടെ ഇടപെടലിനെ തുടർന്നാണ് ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ ഇ.ഡി. കൂടി അന്വേഷണം നടത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇവർ കള്ളപ്പണ ഇടപാടാണ് ഇ.ഡി. ഇത്തരത്തിൽ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത്. പറവ ഫിലിംസിന്റെ കള്ളപ്പണ ഇടപാടുകളാണ് ഇതിന്റെ അന്വേഷണ പരിധിയിലേക്ക് വരുന്നത്. സൗബിൻ ഉൾപ്പെടെയുള്ള നിർമ്മാതാക്കൾക്ക് എതിരെ അന്വേഷണം നടത്താൻ തന്നെയാണ് തീരുമാനം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട നടപടികളുമായി ഇ.ഡി. മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ ദിവസം ഇവരിൽ ഒരാളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു. സൗബിന് നോട്ടീസ് നൽകിയിരുന്നെങ്കിലും സൗബിന് ഹാജരായില്ല. വീണ്ടും നോട്ടീസ് നൽകാനുള്ള നടപടികളിലേക്ക് കടക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. തൊട്ടടുത്ത ദിവസം തന്നെ ഇതിന്റെ നടപടികളുമായി ഇ.ഡി. മുന്നോട്ട് പോകും. ശരി, മഞ്ഞുമ്മൽ ബോയ് സിനിമാ നിർമ്മാതാക്കൾക്കെതിരെ ഇ.ഡി. നടപടികൾ മുന്നോട്ട്.